സുനിൽ ഐസക്കിലേക്ക് പോകാം ഒരിക്കൽ കൂടി. സുനിൽ, അതായത് കൃത്യമായി അജിതിൻ പറയുന്നത് ആ കാര്യം തന്നെയാണ്. കാരണം ഈ രണ്ട് സ്ഥലങ്ങളിലെയും മണ്ണ് ഒരേ സമയം മാറ്റി പരിശോധന നടത്തണം. കാരണം ഇപ്പോഴും അവിടെ ഒരു 60% മണ്ണ് മാത്രമേ നീക്കം ചെയ്തിട്ടുള്ളൂ. അതിൽ മാത്രമല്ല, ഈ പാർക്കിംഗ് ഏരിയയിൽ പെടുന്ന സ്ഥലത്ത് ഇതുവരെ മണ്ണ് നീക്കം ചെയ്തിട്ടില്ല എന്ന് കൂടെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്തെ മണ്ണും ഒപ്പം തന്നെ പുഴയിലെ മണ്ണും ഒരുമിച്ച് നീക്കം ചെയ്ത് രക്ഷാപ്രവർത്തനം കുറച്ചുകൂടെ വളരെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ NH-ലെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഇന്നുണ്ടാകുമോ? ജിൽസി, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇവിടെ ഒരു ദേശീയപാതയോട് ചേർന്ന്, അതായത് പുഴയുടെ കരയിലായി ഒരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ പറഞ്ഞതുപോലെ ഒരു ലോറി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കർവ് പോലൊരു സ്ഥലമുണ്ടായിരുന്നത്. ആ സ്ഥലത്തേക്ക് ലോറി പാർക്ക് ചെയ്ത് ആ ലോറിക്കുള്ളിൽ അർജുൻ കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന മൊഴി. സ്വാഭാവികമായും ആ കർവിലേക്ക് വന്ന് വീണിരിക്കുന്ന മണ്ണ് ഇപ്പോഴും പൂർണ്ണമായും നീക്കം ചെയ്തിട്ടില്ല. ആ മണ്ണ് കൂടി നീക്കം ചെയ്യണമെന്നൊരു ആവശ്യമാണ് ഇന്നലെ കുടുംബവും പറഞ്ഞത്. ഒപ്പം അവിടുത്തെ ഈ റെസ്ക്യൂ സേനയിൽപ്പെട്ട ആളുകളൊക്കെ ഇന്നലെ അങ്ങനെ ഒരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. സ്വാഭാവികമായും ആ രീതിയിലേക്കുള്ള തെരച്ചിൽ ഇന്നൊരു ഭാഗത്ത് നടക്കും. മറുഭാഗത്ത് ഈ പുഴയോട് ചേർന്നുള്ള മണ്ണ് പരിശോധിക്കുക എന്നതാണ് മറ്റൊരു കാര്യം. പക്ഷേ ഈ പുഴയോട് ചേർന്നുള്ള മണ്ണ് പരിശോധിക്കുന്നത് അത്രമേൽ ദുഷ്കരമായ ഒരു പ്രവൃത്തി കൂടിയാണ്. കാരണം നിറഞ്ഞൊഴുകുന്ന പുഴയാണ്, വലിയ ആഴമുള്ള അതിശക്തമായ ഒഴുക്കുള്ള പുഴയാണ്. ആ പുഴയോട് ചേർന്നാണ് ഈ ഇതുപോലെ മണ്ണ് അവിടെ വന്ന് അടിഞ്ഞു കിടക്കുന്നത്. അതിലേക്ക് വന്ന് പരിശോധിക്കുക അല്ലെങ്കിൽ ഇറങ്ങി പരിശോധിക്കുക എന്നത് ആയാസകരമായ കാര്യമാണ്. സ്വാഭാവികമായും ചെയ്യാൻ കഴിയുന്നത്, ഇന്നലെ നമ്മൾ ഈ രക്ഷാപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്, നിലവിൽ റോഡിൽ നിന്ന്, അതായത് കരയിൽ നിന്നുകൊണ്ട് JCB മറ്റോ ഉപയോഗിച്ച് ഈ മണ്ണ് കിടക്കുന്ന ഭാഗങ്ങളിൽ കുഴികൾ ഉണ്ടാക്കി നോക്കുക, അങ്ങനെ പരിശോധന നടത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇന്ന് സൈന്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലൊരു പരിശോധന അവിടെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതേപോലെ തന്നെ സമാന്തരമായി ദേശീയ ദുരന്ത നിവാരണ സേനയും അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഒപ്പം ഈ റെസ്ക്യൂ ടീമിൽപ്പെട്ട ആളുകൾ ഈ സന്നദ്ധ പ്രവർത്തകരായ ആളുകളുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്ന് ഈ റോഡിനോട് ചേർന്ന് ഈ കർവ് പോലുള്ള ഭാഗത്ത് അടിഞ്ഞു കിടക്കുന്ന മണ്ണ് അവിടെയും പരിശോധന നടത്തും. ഈ രണ്ടിടങ്ങളിലും റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ISROയുടെ ടീം വന്നിട്ട് അവിടെ സിഗ്നൽ ലഭിക്കും എന്ന തരത്തിലുള്ള ആർമിയുടെ ടീം. തീർച്ചയായും സുനിൽ, എന്തായാലും അത് തന്നെയാണ് റഡാറൊക്കെ ഉപയോഗിച്ച് അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന. പക്ഷേ 7ാം ദിവസമാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ്. അതിൽ എന്തായാലും ഈ നാഷണൽ ഹൈവേയിൽ മണ്ണ് മാറ്റിയുള്ള പരിശോധനകളടക്കം നടക്കുന്നു. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പരിശോധനയ്ക്കായി ആർമി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. എന്തായാലും പരിശോധന പുനരാരംഭിക്കുകയാണ്. നാഷണൽ ഹൈവേയിലെ മണ്ണും അതേസമയം തന്നെ ഈ നദിയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മൺതിട്ടയിലും അവിടെ രണ്ടിടത്തും ഒരേ സമയം തെരച്ചിൽ നടത്താനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത്. ഇന്നെങ്കിലും കാത്തിരുന്ന വാർത്ത എത്തുമോ എന്നുള്ളതാണ് നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടെ നോക്കുന്നത്. കാരണം ഒരു കുടുംബം, ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ് അർജുനായി. കുറച്ച് ദിവസങ്ങളായി. എന്തായാലും രക്ഷാദൗത്യം ഇന്നും പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് അങ്കോലയിൽ നിന്ന് നൽകാനുള്ളത്.